കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടികയിൽ 2 മണ്ഡലങ്ങളിൽ വോട്ടുള്ളതായി ഇരട്ട വോട്ടർമാർ. ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ 167 വോട്ടർമാരിൽ പലരും വോട്ട് ചെയ്യാനെത്തിയില്ല. 49 ബൂത്തുകളിലായാണ് ഇത്രയും ഇരട്ട വോട്ടർമാരെ കണ്ടെത്തിയത്. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആൻഡ് സെർച്ച് ഡെവലപ്മെന്റ് സ്കീം 2024-25 നടപ്പിലാക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ സ്കൂളുകളിൽ 5-8 ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്കാണ് യഥാക്രമം UP, HS വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കാൻ പെരുമാറ്റച്ചട്ടം വേണമെന്ന ആവശ്യമായി വുമൺ ഇൻ സിനിമ കളക്ടീവ് ഹൈക്കോടതിയെ സമീപിച്ചു. സർക്കാർ നിയമം വരുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണമെന്ന് WCC ആവശ്യപ്പെട്ടു. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഹൈബ്രിഡിന്റെ പരീക്ഷണയോട്ട ചിത്രങ്ങൾ പുറത്ത്. ഹൈബ്രിഡ് സ്വിഫ്റ്റ് പരീക്ഷണയോട്ടങ്ങൾ നടത്തുന്ന ചിത്രങ്ങൾ ബംഗളൂരിൽ നിന്നാണ് പുറത്തു വന്നത്. ഇത് ആദ്യമായിട്ടാണ് ഹൈബ്രിഡ് സ്വിഫ്റ്റിന്റെ ഇന്ത്യൻ നിരത്തുകളിൽ കാണുന്നത്. നടൻ രവീന്ദ്രന്റെ പുസ്തകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് സിനിമ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. ഇന്ത്യയിലെ ആഭ്യന്തര T20 ടൂർണമെന്റായ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരം നവംബർ 23-ന് സർവീസിനെതിരെ. രഞ്ജി ട്രോഫി ടീമിൽ നിന്ന് വ്യത്യസ്തമായി സച്ചിൻ ബേബിക്ക് പകരം സഞ്ജു സാംസൺ ആയിരിക്കും കേരളത്തെ നയിക്കുക. ദേശീയ ടീമിൽ ഓപ്പണിംഗ് സ്പോട്ട് സ്വന്തമാക്കി കഴിഞ്ഞ സഞ്ജു സാംസൺ മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടിയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയത്തോടെ ടെന്നീസിനോട് വിട പറയാമെന്ന റാഫേൽ നദാലിന്റെ മോഹം സഫലമായില്ല. ഡേവിഡ് കപ്പ് മത്സരത്തിൽ തോൽവിയോടെ 38-കാരനായ നദാൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്നും വിരമിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.